ചോറിൻ്റെ കൂടെ കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കാനും. എന്നാൽ ഇത് അപാര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 250 ഗ്രാം വെണ്ടയ്ക്കത് ഈ രൂപത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി റോസ്റ്റായി വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം. വെണ്ടയ്ക്കയിലൊന്ന് ഉപ്പ് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതേ പാത്രത്തിൽ തന്നെ ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയം തന്നെ നമ്മൾ ജീരകവും ഉലുവയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഓയിലിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിന് പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിരുന്നതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒന്ന് വഴന്നു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുന്നവരെ ഇളക്കി കൊടുക്കാം. കാണുന്നവർക്കൊക്കെ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമാകാൻ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സവാള ഒന്ന് വഴന്നു വന്ന സമയം നമ്മൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി ഇത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. സവാളയും നമ്മുടെ മുളക് പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു കുഴഞ്ഞ രൂപത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ നമ്മളിത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഒത്തിരി വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാതെ ഇതുപോലെ കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ പുളിയും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ പുളി നമ്മുടെ മസാലയും നന്നായി ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1/2 കപ്പ് വെള്ളം ആ പുളി പിഴിഞ്ഞ് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളൊരു കുറുകിയ പരുവത്തിലാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ. ഒത്തിരി കുറുകി പോകാനും പാടില്ല, ഒത്തിരി വെള്ളം ആവാനും പാടില്ല കേട്ടോ. വെണ്ടയ്ക്ക വഴറ്റിയെടുത്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് വന്ന ശേഷം റോസ്റ്റ് ചെയ്ത് വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. 2 മിനിറ്റ് തിളച്ചാൽ മാത്രം മതി. ഇതേ കണ്ടില്ലേ, നമ്മുടെ കറി ലാസ്റ്റ് ഈ രൂപത്തിൽ വേണം നമുക്ക് കിട്ടാൻ. വെണ്ടയ്ക്ക കറി എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ എങ്കിലും ഒരു മടുപ്പുണ്ടാവും. ഇതുപോലൊന്ന് വെച്ച് നോക്കും, അടിപൊളി ടേസ്റ്റാണ്. ചോറിന് ഈ കറി മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊന്ന് ചൂടായി വന്ന സമയം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന സമയം നമ്മൾ ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 10 വേണമെന്നൊന്നുമില്ല, 5 ആയാലും കുഴപ്പമില്ല. ഇത്ര ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്ന സമയം നമ്മൾ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കറി കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണ്ടാത്തവർ ചേർത്ത് കൊടുക്കണ്ട. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാം. കണ്ടില്ലേ, എല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടിയിട്ട് ഉള്ളിയൊക്കെ തോനെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.